In the previous class, we learned about LLP. What is mean by LLP? Limited liability partnership is a combination of both partnership and cooperation. LLP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പിൻ്റെയും ഒരു കോപ്പറേഷൻ, അതായത് കമ്പനിയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ LLP എന്ന് പറയുന്നത്. ഈ LLP ഈസ് ഗവേൺഡ് അണ്ടർ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 അനുസരിച്ചാണ് LLP ഗവേൺ ചെയ്യുന്നത്. ഇന്ത്യയിൽ LLP ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏപ്രിൽ 2009 ആൻഡ് ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ദി വോൾ ഓഫ് ഇന്ത്യ. Next, formation. An LLP is a body cooperative formed and incorporated under the LLP Act 2008. LLP ഫോം ചെയ്തേക്കുന്നത് LLP Act 2008 അനുസരിച്ചാണ്. It has a legal entity separate from that of its partners and have a perpetual succession. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഒരു LLPക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് LLP വേറെ, അതിലെ പാർട്ട്നേഴ്സ് വേറെ. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഹിസ് പാർട്ട്നേഴ്സ് ആൻഡ് ഹാവ് എ പെർപ്പച്വൽ സക്സഷൻ. അതായത് LLPയിലെ പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോടു കൂടി അത് അവസാനിക്കുന്നില്ല, വേറെ പാർട്ട്നേഴ്സ് ജോയിൻ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരാളുടെ ഡെത്തോടു കൂടി അത് അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും LLP. Every limited liability partnership have at least 2 partners and there is no maximum limit. ഒരു LLP സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മിനിമം 2 പേര് വേണം, മിനിമം 2 പാർട്ട്നേഴ്സ് വേണം. അതിൽ നോ മാക്സിമം ലിമിറ്റ്, മാക്സിമം എത്ര പേർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം. അതായത് മാക്സിമം ഒരു ലിമിറ്റ് LLPക്ക് ഇല്ല. Any individual or body corporate may be a partner in a limited liability partnership. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ബോഡി കോപ്പറേറ്റീവിനോ അതിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം. ഒരു ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അതിലെ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം. Every LLP shall have at least 2 designated partners to do all act under the law who are individuals and at least one of them shall be a resident in India. അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് 2 പാർട്ട്നേഴ്സും വേണം, അതുപോലെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വേണം. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഒരാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യയിൽ റെസിഡൻ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 182 ഡേയ്സ് നമ്മൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാം. അവരെയാണ് നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇൻ കേസ് എനി ബോഡി കോപ്പറേറ്റീവ് ഈസ് എ പാർട്ട്ണർ ദെൻ ഹി വിൽ ബി റിക്വയർഡ് ടു നോമിനേറ്റ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് നോമിനി ഫോർ ദ പർപ്പസ് ഓഫ് ദി LLP. അതായത് ഒരു ബോഡി കോപ്പറേറ്റീവ് ആണ്, അതായത് ഒരു കമ്പനിയാണ് പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ദെൻ ഹി വിൽ ബി റിക്വയർഡ് ടു നോമിനേറ്റ് എനി പേഴ്സൺ. അതായത് ഒരു പാർട്ട്ണർ കമ്പനിയാണെങ്കിൽ മറ്റൊരു പാർട്ട്ണർ ആരായിരിക്കണം? 2 പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരാൾ കമ്പനിയാണെങ്കിൽ മറ്റൊരിത് പേഴ്സൺ ആയിരിക്കണം. കാരണം ആ LLPക്ക് വേണ്ടി ആക്ട് ചെയ്യണ ഒരു പേഴ്സൺ ആയിരിക്കണം സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ LLP ഫോം ചെയ്തിരിക്കുന്നത് 2008 ആണ്. ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ഹാവ് എ പെർപ്പച്വൽ സക്സഷൻ. അതിൽ 2 പാർട്ട്നേഴ്സ് വേണം, അതിൽ എത്ര മാക്സിമം എന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. എനി ഇൻഡിവിജ്വൽ ഓർ ബോഡി കോപ്പറേറ്റീവ് മേ ബി പാർട്ട്ണർ. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അതിൽ ലിമിറ്റഡ് അതിൽ മെമ്പേഴ്സ് ആകാം. അതുപോലെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടാകും. അതിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷാൽ ബി എ റെസിഡൻറ്റ് ഇന്ത്യ. അതിൽ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. Next, the following entities and or persons can become a partner in LLP. LLPയിൽ പാർട്ട്നേഴ്സ് ആരൊക്കെ ആയിരിക്കും അതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആൻഡ് LLP ഇൻകോപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത LLPയോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഫോറിൻ കൺട്രീസിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത LLPയിൽ ഒരു പാർട്ട്ണറായിട്ട് വേറൊരു LLP നമ്മുടെ LLPയിൽ ജോയിൻ ചെയ്യാൻ പറ്റും പാർട്ട്ണറായിട്ട്. ആൻഡ് LLP ഇൻകോപ്പറേറ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ.
സെക്കൻഡ് പോയിന്റ്, എ കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരു കമ്പനി ഇന്ത്യയിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലോ ഇൻകോപ്പറേറ്റ് ചെയ്തവർക്കും LLPയിൽ പാർട്ട്ണർ ആവാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് റെസിഡൻറ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ റെസിഡൻ്റായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ റെസിഡൻ്റായിട്ട് നിൽക്കുന്നവരോ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും LLPയിൽ മെമ്പർ ആവാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ LLPയിൽ മെമ്പേഴ്സ് ആകാൻ പറ്റുന്നത് വേറൊരു LLPക്ക്, അത് ഇന്ത്യയിൽ ഫോം ചെയ്ത LLP അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഫോം ചെയ്ത LLP, അതുപോലെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന്. അവർ ഇന്ത്യയിലെ റെസിഡൻ്റ് ആവും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ഒരു LLPയിൽ പാർട്ട്ണറാകാം. പിന്നെ ആർക്കൊക്കെ ഒരു LLPയിൽ പാർട്ട്ണറാവാൻ പറ്റില്ല? An individual shall not be capable of becoming partner in LLP. ആർക്കൊക്കെ LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല? ഫസ്റ്റ് പോയിന്റ്, he has been found to be of unsound mind by a court of competent jurisdiction and the finding is in force. അതായത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല, അൺസൗണ്ട് മൈൻഡ്. സെക്കൻഡ്, he is an അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. അതായത് ഇൻസോൾവെൻ്റ് എന്നാൽ നമുക്കറിയാം പാപ്പരായ, അങ്ങനെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ, അയാളെ അൺഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ആ ഒരു ഇൻസോൾവൻസിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ട്ണർ ആവാൻ പറ്റില്ല LLPയിൽ. തേർഡ് പോയിന്റ്, he has applied to be adjudicated as an insolvent and his application is pending. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻസോൾവൻ്റ് ആവണമെങ്കിൽ നമ്മളത് നേരത്തെ കൂട്ടി അതിന് അപ്ലിക്കേഷൻ കൊടുക്കണം. നേരത്തെ അപ്ലൈ ചെയ്ത് കോർട്ട് നമ്മൾ ഇൻസോൾവൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ അങ്ങനെ ഇൻസോൾവൻ്റ് ആവാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തേക്കണം. അയാളുടെ അപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ്, സാങ്ഷൻ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കേസിലും ആ ഇൻഡിവിജ്വൽസിന് പാർട്ട്ണർഷിപ്പിൽ LLPയിൽ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെയാണ്? ഫസ്റ്റിൽ പറയുന്നത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. സെക്കൻഡ്, ഇൻസോൾവൻ്റ് ആയിട്ട് അയാൾ ആ ഇൻസോൾവൻസിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോഴും ഇൻസോൾവൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസോൾവൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് കോർട്ടിൽ കേസ് ഫയൽ ചെയ്തേക്കണോ, കോർട്ട് ആ കേസ് പെൻഡിങ്ങിൽ വെച്ചേക്കാണ്, അതിനൊരു ഇൻസോൾവൻ്റ് ആണോ സോൾവൻ്റ് ആണോ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ ഒരു കേസിലും ആ ഒരു ഇൻഡിവിജ്വൽസിനും LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. നെക്സ്റ്റ്, LLP എഗ്രിമെൻറ്റ്. എന്താണ് ഒരു LLP എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ? LLP agreement means any written agreement between the partners of a limited liability partnership or between the limited liability partnership and its members, which determine the mutual rights and duties of partners and their rights and duties in relation to that of limited liability partnership. അപ്പോൾ ഒരു LLP എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിലെ പാർട്ട്നേഴ്സും LLPയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. അല്ലെങ്കിൽ LLPയും അതിലെ പാർട്ട്നേഴ്സും തമ്മിൽ ഇതിൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സും മെൻഷൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു LLPയുടെ ഡ്യൂട്ടി ആൻഡ് റൈറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കും. അത് LLP എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്. അതായത് പാർട്ട്നേഴ്സും LLPയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ LLP എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ എഗ്രിമെൻ്റ് കണ്ടെയ്ൻ, ഒരു എഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? നെയിം ഓഫ് ദി പാർട്ട്ണർ, ഒരു പാർട്ട്ണറിൻ്റെ പേര്, ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. നമ്മൾ പറഞ്ഞു 2 പാർട്ട്നേഴ്സ് മിനിമം വേണം, അതുപോലെ തന്നെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വേണം. അവരുടെ പേര്, ഫോം ഓഫ് കോൺട്രിബ്യൂഷൻ, അവരെന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ LLP എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇൻ കേസ് നോ എഗ്രിമെൻറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ദ ഷെഡ്യൂൾ 1 ഓഫ് ദി LLP ആക്ട് ഷാൽ ബി അപ്ലിക്കബിൾ. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് പാർട്ട്ണറും അതുപോലെ LLPയും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ LLP ആക്ട് 2008 ഷെഡ്യൂൾ 1 പറയുന്ന ഡ്യൂട്ടി ആൻഡ് റൈറ്റ്സ് ഓരോ പാർട്ട്നേഴ്സിന് ഉണ്ടായിരിക്കും.
It is possible to amend the LLP Act, but every change made in said agreement must be intimated to the Register of Companies. അതായത് നമുക്ക് LLPയിൽ അമെൻമെൻറ്റ്സ് അതായത് ചേഞ്ചസ് കൊണ്ടുവരാം. ബട്ട് എവറി ചേഞ്ച് മെയ്ഡ് ഇൻ സെറ്റ് എഗ്രിമെൻറ്റ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നത് മസ്റ്റ് ബി ഇൻറ്റിമേറ്റഡ് ടു ദി രജിസ്റ്റർ ഓഫ് കമ്പനി. അതായത് കമ്പനിയുടെ രജിസ്റ്ററിന് ഇതിൽ വരുത്തുന്ന ചേഞ്ചസുകൾ നമ്മൾ ഇൻഫോം ചെയ്യണം. അപ്പോൾ LLP എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഓഫ് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആൻഡ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇവർ പാർട്ട്നേഴ്സും LLPയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ LLP എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. In case of LLP, there is no concept of the share capital, but every partner is required to contribute towards the LLP in some manner as specified in the LLP agreement. അതായത് LLPയിൽ ഒരു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ അവർക്ക് ഒരു എന്തെങ്കിലും LLPയിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് ഇപ്പോൾ LLP എഗ്രിമെൻറ്റിൽ അത് മെൻഷൻ ചെയ്തിരിക്കും. ഇൻ കേസ് ദ LLP ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് എനി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് LLPയിൽ ഇല്ല. ബട്ട് എവറി പാർട്ട്നേഴ്സ് ഈസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ദ LLP ഇൻ സം മാനർ ആസ് സ്പെസിഫൈഡ് ഇൻ ദി LLP എഗ്രിമെൻറ്റ്. LLP എഗ്രിമെൻറ്റിൽ പറഞ്ഞേക്കണ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് LLPയിലേക്ക് ചെയ്യേണ്ടി വരും. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി പാർട്ട്ണർ മേ കൺസിസ്റ്റ് ഓഫ്, അത് എന്തൊക്കെയായിട്ടാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ടാഞ്ചിബിൾ, മൂവബിൾ ഓർ ഇമ്മൂവബിൾ ഓർ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ഓർ അതർ ബെനിഫിറ്റ് ടു ദി LLP ഇൻക്ലൂഡിങ് ഏതൊക്കെ രീതിയിൽ മണി, promissory note, other agreement to contribute cash or property and contracts for service performed or to be performed. നമ്മൾ പ്രൊമിസറി നോട്ടായിട്ട് ക്യാഷായിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് പ്രോപ്പർട്ടി ആയിട്ട് ആൻഡ് കോൺട്രാക്ട് ഫോർ സർവീസ് പെർഫോംഡ് ഓർ ടു ബി പെർഫോംഡ്, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. The monetary value of the contribution of each partner shall be accounted for and disclosed in the accounts of the limited liability partnership in the manner as may be specified. അതായത് ഈ കോൺട്രിബ്യൂഷൻ തരുമെന്ന് പറഞ്ഞില്ലേ, ആ കോൺട്രിബ്യൂഷൻ അതിൻ്റെ കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മോണിറ്ററി വാല്യൂ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. അത് ആ LLPയുടെ അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. എത്രയാണ് ഓരോ പാർട്ട്നേഴ്സും കൊടുക്കുന്നതെന്നുള്ളത് LLPയുടെ അക്കൗണ്ട്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. The obligation of a partner to contribute money or other property or other benefit or to perform services for the LLP shall be as per the LLP agreement. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ LLP എഗ്രിമെൻറ്റിൽ പറഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് LLPയിൽ ഇല്ല. പക്ഷേ LLP എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് എല്ലാ പാർട്ട്നേഴ്സും LLPക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ആരെയാണ് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത്? Partner in relation to a limited liability partnership means any person who became a partner in the limited liability partnership in accordance with the Limited Liability Partnership Act. അതായത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച്, എഗ്രിമെൻ്റ് അനുസരിച്ച് ലിമിറ്റഡ് ലയബിലിറ്റി എഗ്രിമെൻ്റ് അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാം. ഇൻ റിലേഷൻ ടു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് മീൻസ് എനി പേഴ്സൺ ഹൂ ബിക്കേം എ പാർട്ട്ണർ ഇൻ ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ആൻഡ് എവറി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ്, 2 പാർട്ട്നേഴ്സെങ്കിലും വേണം. And shall also have at least 2 individuals as designated partners, of whom at least one shall be a resident in India. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2 പാർട്ട്നേഴ്സും മിനിമം വേണം, അതുപോലെ തന്നെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വേണം. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ? ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യയിൽ 182 ഡേയ്സ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്.
അപ്പോൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 182 ഡേയ്സ് ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 1 ഇയർ. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 1 ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2021 ആണെങ്കിൽ 2020 182 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 182 ഡേയ്സ് ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ 1 ഇയർ. നമ്മൾ 1 ഇയറിന് മുമ്പ് എന്തെങ്കിലും 182 ഡേയ്സിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തവനെയാണ് നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ആരാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്? Designated partners means a partner who is designated as such in the incorporation document. ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നവരെയാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. എനി പാർട്ട്ണർ മേ ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബൈ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ് ആൻഡ് ഹി മേ സീസ് ടു ബി എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ്. Any partner may become a designated partner by and in accordance with the LLP agreement and may cease to be designated partner in accordance with the LLP agreement. അതായത് ഒരു പാർട്ട്ണർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവണമെങ്കിൽ അത് LLP എഗ്രിമെൻറ്റിൽ പറയുന്നതനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ LLP എഗ്രിമെൻറ്റ് പറയുന്നതനുസരിച്ച് അയാളുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർഷിപ്പ് ഇല്ലാതാവുകയും ചെയ്യും. അതാണ് പറയുന്നത് എനി പാർട്ട്ണർ മേ ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബൈ ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ് ആൻഡ് ഹി മേ സീസ് ടു ബി ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി LLP എഗ്രിമെൻറ്റ്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് LLP എഗ്രിമെൻ്റ് അനുസരിച്ചാണ്. ആൻ ഇൻഡിവിജ്വൽ ഷാൽ നോട്ട് ബിക്കം എ DP ഇൻ LLP, അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് DP. ആൻ ഇൻഡിവിജ്വൽ ഷാൽ നോട്ട് ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻ എനി LLP അൺലെസ് ഹി ഹാസ് ഗിവൺ ഹിസ് പ്രിയർ കൺസെൻറ്റ് ടു ആക്ട് ആസ് സച്ച് ടു ദി LLP. അതായത് LLPയിൽ വർക്ക് ചെയ്യാവുന്ന അയാളുടെ പ്രിയർ പെർമിഷൻ ഇല്ലാത്ത കേസുകളിൽ അയാളെ നമുക്ക് DP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. An individual shall not become a DP in LLP unless he has given his prior consent to act as LLP. LLP ആവാന്ന് നേരത്തെ കൂട്ടി ഒരു കൺസെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവരെ LLP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. Every LLP shall file with the register the particulars of every individual who has given his consent to act as DP within 30 days of his appointment. അതായത് ഒരു LLP രജിസ്റ്ററിന് ഇൻഫോം ചെയ്യണം. അതായത് ഒരാൾ DP ആയിട്ട്, അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്യാം, ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ LLP ആ കാര്യം രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യണം. Every LLP shall file with the registrar the particulars of any individual who has given his consent to act as LLP within 30 days of his appointment. 30 ദിവസത്തിനുള്ളിൽ ആ ഇൻഫർമേഷൻ LLP രജിസ്ട്രാർക്ക് ഇൻഫോം ചെയ്യണം. LLP may appoint DP within 30 days of vacancy arise. അതായത് വാക്കൻസി വന്ന് 30 ദിവസത്തിനുള്ളിൽ LLP ഒരു DPനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യണം. Every designated partner shall obtain a designated partner identification number from the central government and for this the provisions of the Companies Act also is applicable. അതായത് നമ്മളൊരു DP ആയി കഴിയുമ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ DPIN, അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും. എവറി ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഷാൽ ഒബ്റ്റെയിൻ എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഫോർ ദിസ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ഓൾസോ ഈസ് അപ്ലിക്കബിൾ. അതായത് ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് സെൻട്രൽ ഗവൺമെൻറ് DPIN നമ്പർ കൊടുക്കും, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ DP ആവാനായിട്ട് ആ ഇൻഡിവിജ്വലിൻ്റെ പ്രയർ പെർമിഷൻ കിട്ടിയിരിക്കണം. അതുപോലെ DP ആയിട്ട് ചെയ്യാമെന്ന് കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ആ കാര്യം രജിസ്ട്രാറിന് LLP ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും വാക്കൻസി വരാണെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ LLP DPനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ
പാർട്ട്ണറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർട്ട്ണർ DPIN നമ്പർ കിട്ടും. അത് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് കിട്ടുക, അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഒരു കമ്പനിയിൽ മിനിമം 2 പാർട്ട്നേഴ്സും 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും വേണം. അതിൽ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 182 ഡേയ്സിൽ കുറയാതെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തതിനെയാണ് നമ്മൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, ഹു ഈസ് എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. സെക്കൻഡ്, ഹു ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ LLP. ഓക്കെ, താങ്ക് യു.